എല്ലാ ദൈവങ്ങൾക്കും അങ്കമാലി ടൗൺ സഭയിലെ വിശ്വാസികളുടെ പേരിൽ ആദ്യമായിട്ട് സ്നേഹവന്ദനം അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഞങ്ങൾ നന്ദി കരയറ്റുന്നു. പ്രാർത്ഥനയുടെ ബലം കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പ്രാർത്ഥനയുടെ ബലം നിങ്ങളെ അറിയിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയുമാണ്. ഇവിടെ കൂടി വന്നിട്ടുള്ള ഈ സഭയിലെ എല്ലാവരും പ്രിയ സഹോദരൻ ഓർപ്പിച്ചതുപോലെ നാം തിരിച്ചുപോയി ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏത് അടഞ്ഞ വാതിലും തുറക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഏത് ഗവൺമെൻറ് അധികാരങ്ങളും അതിന് മുമ്പിൽ മുട്ടുകുത്തും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. എന്നാൽ ആ പ്രാർത്ഥന ആത്മാർത്ഥമുള്ള പ്രാർത്ഥനയായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് നമ്മളെ സഹായിക്കും. 3 വർഷത്തെ കാര്യങ്ങൾ 5 മിനിറ്റ് കൊണ്ട് വിശദീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ശ്രമകരമായ ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല. കാരണം അവിടെ നടന്ന കാര്യങ്ങളുടെ ഏകദേശം ഒരു വിശദീകരണം എനിക്ക് മുമ്പ് സംസാരിച്ച രാജു തോമസ് പറഞ്ഞു കഴിഞ്ഞു. ഇത് കൂടാതെ ഒരു സുവനീർ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അതിനകത്തും ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് അധികമായിട്ട് കിടക്കുന്നത് എന്നാലും ആവശ്യമുള്ള കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ നാളിൽ 2007 ഏപ്രിലാണ് ഇങ്ങനെ ഒരു ബാർ തുടങ്ങണമെന്നുള്ള ആലോചന അങ്കമാലി ഞങ്ങളുടെ സഭയുടെ മുമ്പിൽ ഉള്ള അടുത്ത് 80 മീറ്ററിനകത്തുള്ള ഒരു കെട്ടിടത്തിലെ ഒരു ബാങ്കായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ ബാങ്കിന്റെ ബോർഡൊക്കെ എടുത്ത് മാറ്റുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇതെന്താണ് ഈ ബാങ്കിന്റെ ബോർഡൊക്കെ എടുത്ത് മാറ്റുന്നത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഒരു ബാർ വരാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ 2007 ഏപ്രിലാണ് ആ കാര്യം നടന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അങ്കമാലി MLA-ക്കും ഞങ്ങളുടെ സുഹൃത്തും സഹപാഠിയുമായ അങ്കമാലിക്കാരനായ തൃപ്പൂണിത്തുറ MLA K. ബാബുവിനും അതുപോലെ കളക്ടർക്കും ഗവൺമെന്റ് അധികാരികൾക്കൊക്കെ ഞങ്ങൾ ഇങ്ങനൊരു ബാർ വരുന്നതിൻ്റെ ആശങ്ക അറിയിച്ചു. അത് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വരാമാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവരെ അറിയിച്ച് ഞങ്ങൾ മെമ്മോറാണ്ടം കൊടുക്കുകയുണ്ടായി. എന്നാൽ അതിനൊന്നും കൃത്യമായ രീതിയിലുള്ള ഒരു ആശാവഹമായ ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതിൻ്റെ പേരിൽ ഞങ്ങൾ ഉടനെ തന്നെ എറണാകുളം ഹൈക്കോർട്ടിൽ ഇതിനെതിരായിട്ടൊരു കേസ് കൊടുത്തു. ആ കേസിൻ്റെ ഒരു തീർപ്പുണ്ടായി. എക്സൈസ് കമ്മീഷനോട് ഈ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഞങ്ങളെ കൂടി കേൾക്കാതെ തീരുമാനം എടുക്കാൻ പാടില്ല എന്നൊരു ഓർഡർ ഉണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളെ വിളിച്ച് സംസാരിച്ചു. ആ സമയത്ത് അവിടെ ഒരു ബാർ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കേസുകൾ സ്വാഭാവികമായിട്ടും നിർത്തലാക്കപ്പെട്ടു. എന്നാൽ ജൂലൈ 2008 ഉടമകൾ ഒരു ബാർ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ തന്നെ പരാതികളൊക്കെ കൊടുക്കുകയും എക്സൈസ് കമ്മീഷണർ ഓഫീസ് ഞങ്ങളെ വിളിച്ച് ഞങ്ങളുടെ പരാതി കേൾക്കുകയും ആ എക്സൈസ് കമ്മീഷണറുടെ ഓഫീസിൽ ഞങ്ങളെ കേട്ടവരുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് എക്സൈസ് കമ്മീഷണർ ബാറിന് ഉള്ള ആപ്ലിക്കേഷൻ നിഷേധിച്ചുകൊണ്ട് 1/12/2008 ബാർ ലൈസൻസ് നിരാകരിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയുണ്ടായി. എന്നാൽ ബാർ ഉടമകൾ ടാക്സ് സെക്രട്ടറിക്ക് അത് നിയമപരമായിട്ട് സാധിക്കുന്ന കാര്യമാണ്. ഒരു അപ്പീൽ ഒരു പെറ്റീഷൻ കൊടുത്തു. അത് കേൾക്കുവാനായിട്ട് വാദത്തിന് വെച്ചു. ഞങ്ങളെ വിളിച്ച് കേൾക്കുവാനായിട്ട് ഞങ്ങളെയും ക്ഷണിച്ചു. അതുപോലെ തന്നെ ബാറിന് അപേക്ഷിച്ചവരെയും ക്ഷണിച്ചു. ആ തീരുമാനം അന്നത്തെ ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് ഞങ്ങൾ കേട്ടത്. ടാക്സ് സെക്രട്ടറിക്ക് വേണ്ടിയാണ് കേട്ടത്. അതിന് മുമ്പായിട്ട് ഞങ്ങൾ വാദത്തിന് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഇവിടെ സ്മരിക്കാതെ നിവൃത്തിയില്ല. നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സഹോദരന്മാരെ അതാത് സ്ഥലങ്ങളിൽ ദൈവം അതാത് സമയത്ത് ആക്കി വെച്ചിട്ടുണ്ട്. അത് ഇവിടെ വേറൊരു സഹോദരൻ ജോസഫ് സഹോദരൻ ഇതിനുള്ള ബന്ധത്തിൽ വിശദീകരിക്കുന്നതാണ്. എന്നാൽ അറിയപ്പെടാതെ പോകുന്ന ചില കാര്യങ്ങളും നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ജെയിംസ് വർഗീസ് IAS സഹോദരൻ തിരുവനന്തപുരത്തുണ്ട്. ആ സഹോദരൻ നിങ്ങൾ കാണുകയും ആ സഹോദരൻ ശക്തമായ രീതിയിൽ ആ കാര്യത്തിൽ ഇടപെടുകയും ജോയിന്റ് ഡെപ്യൂട്ടി സെക്രട്ടറി ഇതൊരു ചർച്ചിന്റെ നിർവചനത്തിൽ വരുന്നതാണ്. അങ്കമാലി ടൗൺ അസംബ്ലി ചർച്ചിന്റെ നിർവചനത്തിൽ വരുന്ന ഒരു സ്ഥാപനമാണ് എന്ന് റെക്കമെൻഡ് ചെയ്യുകയും അതുകൊണ്ട് ബാർ ലൈസൻസ് അനുവദിക്കാതിരുന്ന നടപടി ശരിയാണെന്ന് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി. അത് തന്നെ ടാക്സ് സെക്രട്ടറിയും അംഗീകരിക്കുകയുണ്ടായി. എന്നാൽ
ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി നേരിട്ട്, എക്സൈസ് മന്ത്രി എന്ന് പറയുമ്പോൾ എക്സൈസ് മന്ത്രിയുടെ ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ട് ഇതൊരു ചർച്ചിന്റെ നിർവഹണത്തിൽ വരുന്ന കാര്യമില്ല, അതുകൊണ്ട് ബാർ ലൈസൻസിന് അനുമതി കൊടുക്കാം എന്ന് പറഞ്ഞാണ് അനുമതി കൊടുക്കുവാനായിട്ട് ഇടയായത്. പ്രിയ സഹോദരനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ കൗണ്ടറിന്റെ 6 പോയിന്റാണ് ഇവിടെ പറഞ്ഞത്. ബാർ ലൈസൻസുകാർ പറഞ്ഞ 6 പോയിന്റുകളാണ് ഇവിടെ പറയുവാനായിട്ട് ഇടയായത്. അതിനെതിരായിട്ടുള്ള എല്ലാ രേഖകളും അങ്കമാലി ടൗൺ അസംബ്ലിയുടെ കയ്യിലുണ്ട്. അതൊന്നും നിയമപ്രകാരം നിലനിൽക്കത്തക്ക കാര്യങ്ങളല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും ഞങ്ങൾ അതിനെതിരായിട്ട് അപ്പീലിന് പോവുകയും അതിനെതിരായിട്ട് വീണ്ടും ഞങ്ങളുടെ അപ്പീൽ കേൾക്കുകയും അന്ന് ഡെപ്യൂട്ടി സെക്രട്ടറി ഞങ്ങളുടെ അപ്പീൽ കേൾക്കുകയും വീണ്ടും ഡെപ്യൂട്ടി സെക്രട്ടറി ഇതൊരു ചർച്ചയാണെന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. എന്നാൽ വീണ്ടും എക്സൈസ് മന്ത്രി ഇടപെടുകയും വീണ്ടും ബാർ ലൈസൻസ് കൊടുക്കുവാനായിട്ട് ഇടയായി. അതിനുശേഷമാണ് അവിടെ മുനിസിപ്പൽ സെക്രട്ടറിയും മറ്റും ചില തിരുത്തലുകളൊക്കെ രേഖയിൽ വരുത്തിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയായിട്ടുള്ളത്. സ്തോത്രത്തിനായിട്ടൊരു കാര്യം പറയാം. ഇന്ന് മുനിസിപ്പൽ സെക്രട്ടറി മറ്റൊരു കേസിൽ പ്രതിയായി സസ്പെൻഷനിലാണ്. അങ്ങനെയാണ് ദൈവജനത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരുടെ മേൽ ദൈവം പ്രവർത്തിക്കുന്നു എന്ന് നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയാണ് ഇന്ന് കേസ് നിലനിൽക്കുന്നത്. എൻ്റെ സമയം തീർന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ വിശദീകരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇനി പറയുന്നവർ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നതായിരിക്കും. അങ്കമാലിയുടെ ഒരു കാര്യത്തിനോട് ബന്ധത്തിലാണ് നാം ഇവിടെ മീറ്റിംഗ് കൂടിയിരിക്കുന്നത്. എന്നാലും തുടർന്ന് ആർക്കെങ്കിലും ഇതിനകത്ത് വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും എന്നെയോ ഫോൺ വർക്ക് ചെയ്യോ അല്ലെങ്കിൽ എപ്പിസോഡിലെയോ ആരെങ്കിലും ചോദിച്ചാൽ വിശദീകരിക്കുന്നതാണ്. സമയം തീർന്നുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പോഴത്തെ നിലകൾ നിങ്ങൾക്കറിയാവുന്നതുമാണല്ലോ. പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമായിട്ട് നടത്തിയ ബ്രദർ ജോസഫ് സി മാത്യു ആ കാര്യങ്ങൾ വിശദീകരിക്കും. വേദിയിലും സദസ്സിലുമുള്ള സഹോദരങ്ങളെ, അങ്കമാലി സഭയിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് ഒരു സോണിയർ അടിച്ച് വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബന്ധപ്പെട്ട സഹോദരൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് സർക്കാർ എടുത്ത ഒരു തെറ്റായ തീരുമാനം തിരുത്തിക്കുന്നതിന് കൂട്ടായ ശ്രമം നമുക്ക് നടത്താൻ കഴിഞ്ഞു. തുടർന്നും അവർക്ക് കേസ് നടത്തിപ്പിന് അങ്കമാലി സഭയ്ക്ക് എന്തെങ്കിലും രീതിയിലുള്ള സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാൻ നമ്മളെല്ലാവരും സന്നദ്ധരായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. അത് നമ്മൾ മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹം തന്നെ. കാരണം ഇതൊരു ആരാധനാ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു ബ്രദറൻ സഭയുടെ മാത്രം ഒരു വിഷയമല്ല. അവർ ഇപ്പോൾ മുൻപ് പറഞ്ഞ കേസിൻ്റെ പല കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ തന്നെ പ്രശ്നമാണ്. ഒരു പ്രൈവറ്റ് ബോഡിയുടെ കീഴിലാണ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മിക്കവാറും ക്ഷേത്രങ്ങളെല്ലാം തന്നെ കുടുംബ ട്രസ്റ്റിൻ്റെ ഒക്കെ കീഴിലുള്ള ക്ഷേത്രങ്ങളാണ്. അതുപോലെ കുരിശ് വെച്ചില്ല, സെമിത്തേരി ഇതിനോട് ചേർന്നില്ല എന്നൊക്കെ പറയുന്നത് എല്ലാ കോൺഗ്രിഗേഷണൽ ചർച്ചസിനും ബാധകമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ മാത്രം ഒരു വിഷയമല്ല, ഇത് നമ്മൾ മാത്രമായി പരിഹരിക്കേണ്ട വിഷയവുമല്ല. പക്ഷെ നമ്മുടെ സഹായം ഉണ്ടാവണം, നമുക്ക് കൂട്ടായിട്ട് പൊതുസമൂഹത്തിൻ്റെ സഹായം ഉണ്ടാവണം. ഇത് ശരിക്ക് അങ്കമാലിയിൽ ഒരു മനുഷ്യാവകാശ ലംഘനമാണ്. ഒരു ആരാധന സ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള കടന്നുകയറ്റം എന്നുള്ളത് ഒരു ബ്രദറുകാരുടെ മാത്രം ഒരു വിഷയമല്ല. അത് റിട്ടണായിട്ടൊരു ഡോക്യുമെന്റ് സർക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ആവശ്യത്തെക്കുറിച്ച് പറയുന്നില്ല. പ്രത്യേകിച്ച് സമയത്തിന്റെ കാര്യത്തിൽ അധ്യക്ഷൻ വളരെ കൃത്യനിഷ്ഠ പാലിക്കുന്നത് കൊണ്ട്. ഇനിയും വളരെ പ്രധാനമായിട്ടുള്ള മറ്റൊരു ഐറ്റമാണ് ഭാവി ക്രമീകരണത്തെക്കുറിച്ചുള്ള പ്രസ്താവന. അത് പ്രിയ പി